കാണിക്കുന്നേ? അച്ഛ വീടച്ച. അച്ഛ ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ അച്ഛ, എന്നെ വീടച്ച. ഇനി നിനക്ക് അങ്ങനെ ഒരു ചേച്ചിയില്ല. അവളെ കാര്യം പറഞ്ഞേക്ക്. അവളുടെ കാര്യം നീ പറഞ്ഞാലുണ്ടല്ലോ. എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചി അതിനു വേണ്ടി എന്ത് തെറ്റാ അച്ഛ ചെയ്തേ? തെറ്റോ? അവള് ചെയ്ത് ഒരു തെറ്റല്ല, തെറ്റിന്റെ മുകളിൽ തെറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. അന്ന് മാഡത്തിന്റെ കൈ തടഞ്ഞപ്പോഴേ അവളെ കൊന്നു കളയണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ അവസ്ഥ വരില്ലായിരുന്നു. അന്ന് ക്ഷമിച്ചില്ലേ? അതാ അവളിപ്പോ മാഡത്തിന് വെല്ലുവിളിച്ചോണ്ട് ഈ വ്രതത്തിലിരിക്കുന്നേ. അച്ഛാ ചേച്ചി ഒരിക്കലും മാഡത്തിനെതിരെ ഒന്നും ചെയ്യില്ല. എന്തോ നല്ല കാര്യത്തിനാ ചേച്ചി വ്രതം എടുക്കുന്നത്. അച്ഛ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ഇരിക്കട്ടെ അച്ഛ, എന്നെ വിട്ടേക്ക്. എടാ നീ എന്റെ സ്വഭാവം മാറ്റരുത്. എപ്പ അവളെന്നെ ധിക്കരിച്ച് ആ വ്രതം തുടങ്ങിയോ അപ്പം മുതല് അവള് ചത്തെന്ന് ഞാൻ വിധി എഴുതി. ഒരു കാരണവശാലും നീ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. എനിക്കങ്ങനെ ഒരു മോളില്ല. അച്ഛ അങ്ങനെയൊന്നും പറയല്ല അച്ഛ, ചേച്ചി പാവാ. തന്നെടാ തന്നെ, എല്ലാവരും പാവാ. അച്ഛൻ ഭയങ്കരനല്ലേ? എന്നെ ഒളിപ്പിച്ചു വെച്ച് നീയും കൂടി അറിഞ്ഞിട്ടാണോ അവൾ ഈ സത്യപ്രമാണ വ്രതം ചെയ്യുന്നതെന്നാ എനിക്കിപ്പോ സംശയം. സ്വന്തം തന്തയോട് നീതി കാണിക്കാത്ത അവള് മറ്റുള്ളവരോട് നീതി കാണിക്കോ? നീ ഒരു കാര്യം ഉറപ്പിച്ചോ, മനസ്സിൽ നെറികെട്ട ലക്ഷ്യവുമായി വ്രതം അനുഷ്ഠിക്കുന്ന നിന്റെ ചേച്ചിയുടെ ഈ വ്രതം പൂർത്തിയാകാൻ പോകുന്നില്ല. അവൾക്ക് കെടും. അങ്ങനെ ആ വ്രതം മുടങ്ങി അവളേതെങ്കിലും റെയിൽ പാളത്തിലോ പുഴയിലോ ചാടി ചാവും. നീ നോക്കിക്കോ, അതാ സംഭവിക്കാൻ പോകുന്നത്. അച്ഛാ അച്ഛ ചേച്ചി ശപിക്കരുത് പ്ലീസ്. പാവല്ലേ അച്ഛ ചേച്ചി? ശപിക്കും. സഹി കെട്ട ഏത് അച്ഛനും ശപിച്ചു പോവും. ശരി എങ്കിൽ അച്ഛൻ ശപിച്ചോ, എനിക്ക് ചേച്ചിയുടെ അടുത്ത് പോകണം. നിക്കടാ അവിടെ. പറഞ്ഞില്ലടാ പോണ്ടാന്ന്. പറഞ്ഞു കേൾക്കാൻ വയ്യല്ലേ? അച്ഛ അച്ഛ വീട് അച്ഛ, അച്ഛ എനിക്ക് ചേച്ചിയുടെ അടുത്ത് പോണം അച്ഛ പ്ലീസ്. അച്ഛ വീട് അച്ഛ, അച്ഛ വീട്. അയ്യോ ഇനി 3 ദിവസം നീ ഇവിടെ കിടക്ക്. നിന്റെ ചേച്ചിയുടെ വ്രതം കഴിഞ്ഞിട്ട് നീ പുറത്തിറങ്ങിയാ മതി. അപ്പോ കല്യാണിയെ സത്യപ്രമാണ വ്രതം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ദാസിന് അറിയില്ലെന്നാണോ നീ പറയുന്നത്? അതെ, ദാസേട്ടൻ അതിനെക്കുറിച്ച് മുൻപേ അറിയില്ലായിരുന്നു എന്നാ എന്നോട് പറഞ്ഞത്. എന്തോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്തയും മോളും കള്ള കൂട്ടങ്ങളാ. ചേച്ചിയും ചേട്ടനെയും എളുപ്പം പറ്റിക്കും. ദാസ് ഒരിക്കലും ഞങ്ങളോട് കള്ളം പറയില്ല, പ്രത്യേകിച്ച് അഖിലയോട്. അങ്ങനെയാണ് ശിവരാമേട്ടന്റെ വിശ്വാസം എങ്കിലേ എനിക്കൊരു സംശയമുണ്ട്. അതിനൊരു മറുപടി കിട്ടിയ കൊള്ളായിരുന്നു. എന്താ നിന്റെ സംശയം? മനസ്സിലായില്ല. 10-20 കൊല്ലങ്ങളായി ഇവിടെ താമസിക്കുന്ന എനിക്ക് പോലും അറിയാത്ത സത്യപ്രമാണ വ്രതത്തെ പറ്റി ഈ കല്യാണി എങ്ങനെ അറിഞ്ഞു? അതിനെപ്പറ്റി എന്ത് ന്യായമാണാവോ ആ ഡ്രൈവർക്ക് പറയാനുള്ളത്? ഓ, അതാണോ നിന്റെ സംശയം? ആ വ്രതത്തെക്കുറിച്ച് കല്യാണിയോട് പറഞ്ഞത് ദാസേട്ടൻ തന്നെയാ. അതാണ് കാര്യം. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? കള്ള കൂട്ടങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നതാണെന്നേ. ഏയ് നോ, ഇത് പക്ഷേ നീ പറയുന്നത് പോലെ ഇപ്പോഴൊന്നുമല്ല. കല്യാണി കുട്ടിയായിരുന്നപ്പോ ദാസേട്ടൻ കഥ പോലെ പറഞ്ഞു കൊടുത്തതാ. അതവൾ ഓർമ്മയിൽ വെച്ചിട്ട് ഇപ്പൊ ആ വ്രതം എടുത്തേ ഉള്ളൂ. അയ്യോ,
എനിക്കിതൊക്കെ വിശ്വസിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിക്കാലത്ത് കേട്ടു വെച്ചിരുന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വ്രതമിരിക്കുകയാണെന്ന് വെച്ചാ സിനിമ കഥയാണെങ്കിൽ സമ്മതിക്കാം, അല്ലെങ്കിലേ പള്ളി പോയി പറയാനേ ഞാൻ പറയൂ. നോക്ക് വിലാസിനി, നീ ഇതൊന്നും കഷ്ടപ്പെട്ട് വിശ്വസിക്കണമെന്നില്ല. അല്ലെങ്കിലും ദാസിന്റെയും കല്യാണിന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് എപ്പോഴും അല്പം വിശ്വാസം കുറവാണ്. അല്ല അഖിലേ, കല്യാണി ഇങ്ങനെ പെട്ടെന്നൊരു വ്രതം എടുക്കാൻ എന്തെങ്കിലും കാരണമുള്ളതായി ദാസ് പറഞ്ഞിരുന്നു? എന്തെങ്കിലും ഒരു റീസൺ? ഇല്ല കൃഷ്ണേട്ടാ, ദാസേട്ടന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. കല്യാണി ചോദിച്ചിട്ട് സാധിച്ചു കൊടുക്കാത്ത എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് വരെ ഞാൻ ചോദിച്ചു നോക്കി. അങ്ങനെ ഒന്നും കല്യാണി ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നാ ദാസേട്ടൻ പറഞ്ഞത്. അപ്പൊ പിന്നെ കല്യാണി എന്തിനാ ഈ വ്രതം എടുക്കുന്നത്? അവൾ എന്ത് വരമാ ചോദിക്കാൻ പോകുന്നു? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ടു കോംപ്ലിക്കേറ്റഡ്. നോ ഇഷ്യൂസ് കൃഷ്ണേട്ടാ. കല്യാണി എന്തു വരം ചോദിച്ചാലും അതൊരു പ്രശ്നമേ അല്ല നമുക്ക്. പക്ഷേ കല്യാണി ചോദിക്കുന്ന വരം കൊണ്ട് വരം കൊടുക്കുന്ന ആൾക്കോ വാങ്ങുന്ന ആൾക്കോ യാതൊരു ദോഷവും ഉണ്ടാവാൻ പാടില്ല എന്നൊരു ശാസ്ത്രമുണ്ട് ഇവിടെ. എങ്കിലേ മുന്നിലെ ആ വിളക്ക് കെടാതെ നിൽക്കൂ. മറിച്ചാണെങ്കിൽ ആ വിളക്കണയും. അങ്ങനെ വിളക്കണഞ്ഞു പോയാൽ പിന്നെ കല്യാണിക്ക് ജീവൻ വെടിയുകയെ നിവർത്തി ഉണ്ടാവൂ. അതാലോചിക്കുമ്പോഴാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട അഖിലാണ്ടേശ്വരി. ഒരു കൊടുങ്കാറ്റല്ലെങ്കിൽ ഇളങ്കാറ്റായി വീശിയെങ്കിലും ഞാൻ ആ വിളക്ക് അണയ്ക്കുന്നു ഉറപ്പാ. പറ്റുമെങ്കിലേ നീ ഏത് മതില് കെട്ടിയും തടയാൻ നോക്ക്. നമുക്ക് കാണാൻ കളി. ആ ജയന്തി, ആന്റി, കല്യാണി വ്രതം അവസാനിപ്പിക്കുന്നത് വരെ നീ വേണം അവള് വ്രതം ഇരിക്കുന്ന സ്ഥലം അടിച്ചുവാരി വെള്ളം തളിച്ച് ശുദ്ധിയായി സൂക്ഷിക്കാൻ. വെറുതെ തീറ്റ മാത്രമല്ലേ ഉള്ളൂ, ഇതെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പറ്റൂ ആന്റി, പറ്റും. ഞാൻ ചെയ്തോളാം. ആ കൃഷ്ണേട്ടാ, എന്നെ വേലക്കാരിയുടെ വേലക്കാരിയാക്കിയല്ലേ? കാണിച്ചു തരാം. ഈ അടുക്കളക്കാരി വ്രതം എടുക്കുന്നതിന് 3 ദിവസം ഞാൻ ഇവക്ക് ദാസ്യപ്പണി ചെയ്യണോന്ന് എന്റെ തലയിലെഴുത്ത്. കണ്ണൂർക്കടി എടി കള്ളി, കണ്ണൂർക്കാൻ. അല്ലെങ്കിൽ നിന്റെ ദേഹത്ത് ഈ വെള്ളം തൊഴിക്കും ഞാൻ. എടി കണ്ണൂർക്കാൻ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വേണ്ട, നിന്റെ ദേഹത്ത് വെള്ളം വീണാലേ അഖിലാണ്ടേശ്വരി അത് കൈയോടെ കണ്ടുപിടിക്കും. നിനക്ക് വേണ്ടത് വേറൊരു മരുന്നാ.
ഇരുന്ന ഇരിപ്പിൽ നിന്ന് നീ നിലവിളിച്ചോണ്ട് നെട്ടോട്ടോടണം. അതിനിപ്പോ ഒരു വഴിയുണ്ട്. നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാടി. ചേടാ, ഈ പഞ്ചസാര എവിടെയാ ഇരിക്കുന്നത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവർ ഇത് എവിടെയാ കൊണ്ട് വെച്ചേക്കുന്നത്? കിട്ടിപ്പോയി. നീ കേട്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ഒരു സിനിമ പേരാ. ഉറുമ്പുകൾ ഉറങ്ങാത്തതേ ആഹാരം തേടി പോകുന്നുണ്ടായിരിക്കും. പാവങ്ങള്. അപ്പോ അവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ലേ? ഞാൻ ഇന്നത് ചെയ്യാൻ പോവാ, നിന്റെ ചുറ്റിനുട്ടിട്ട്. ഓർക്കുമ്പോ തന്നെ നല്ല രസവാ. ഇപ്പൊ ശരിയാക്കി തരാടി. ഇവിടെ എല്ലായിടത്തും ക്യാമറകളാ. അതുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ജയന്തി, അയ്യോ, ആന്റിയോ? ദേ നോക്ക്, അഖിലാന്റി പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം തൂത്തു വൃത്തിയാക്കി വെള്ളം തളിച്ചിട്ടുണ്ട്. നന്നായി. അഖില പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചല്ലോ. സന്തോഷം. നീ ആരാടി? ഇവളുടെ വേലക്കാരിയോ? നീ ഒരു കാര്യം ചെയ്, ഇവളുടെ ഒരു പ്രതിമ ഉണ്ടാക്കി 3 നേരം അങ്ങ് പൂജിക്കും. ഞാൻ ഇവിടെ ഇവളുടെ വ്രതം എങ്ങനെ മുടക്കാന്ന് വിചാരിച്ച് നടക്കുമ്പോ ഒരുത്തി പൂജ ചെയ്യുന്നു.
അഖിലാണ്ടേശ്വരി പറഞ്ഞ നീ എല്ലാം ചെയ്യോടി. വാടി ഇങ്ങോട്ട്. ആന്റി നിക്ക്. ഒരു മിനിറ്റ്, ജോലി തീർന്നില്ല. എനിക്ക് കുറച്ച് സമയം താ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ആന്റിയുടെ രക്തമല്ലേ, അതിന്റെ ഗുണം ഞാൻ കാണിക്കാതിരിക്കോ? ഇതെന്താ നീ ചെയ്യുന്നേ? ഇത് പഞ്ചസാര. ഇവിടെയുള്ള ആരും നമ്മളെ സംശയിക്കാത്ത ഒരു നുണുങ്ങു പരിപാടിയാ. കുറച്ച് കഴിയുമ്പോ ഉറുമ്പ് കടിയേറ്റ് ഈ വ്രതം അവസാനിപ്പിച്ച് ഇവിടെ എഴുന്നേറ്റ് അങ്ങ് ഓടും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, ഗംഭീരം. ഇത് നീ കലക്കി. നീ തെളിയിച്ചടി മോളെ എന്റെ അനന്തരവളാണെന്ന്. ഇങ്ങോട്ട് താ, ഞാൻ കൂടി വിതറട്ടെ ഇവക്കുള്ള പാഷാണ പൊടി. ഇതാ. ഇനി നീ വാ. ഇനി അല്പം മാറി നിൽക്കാം. കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേ ഇവളെ ചിതൽ പുറ്റു പോലെ ഉറുമ്പുകൾ പൊതിഞ്ഞിരിക്കുന്ന ഉറപ്പാ. തെറ്റായ ലക്ഷ്യത്തോടെയാണ് വ്രതമെങ്കിൽ മുന്നിലെ കിടാവിളക്കണയും. അങ്ങനെ വിളക്കണഞ്ഞാൽ വ്രതമനുഷ്ഠിക്കുന്ന ആൾക്ക് സ്വയം ജീവൻ വെടിയേണ്ടി വരും. പിന്നീട് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അയാൾക്ക് അധികാരമില്ല. അതാണ് ശാസ്ത്രവും ചട്ടവും. എന്റെ ദൈവമേ, ശരീരം മുഴുവൻ ഉറുമ്പുകൾ കയറിയിട്ടും ഇവളൊന്നും അനങ്ങുന്ന പോലും ഇല്ലല്ലോ. പാറ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? എടി, ഇവൾ ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ജാതിയാ. നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. ഇനി ഇവൾക്കും മേലെ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. എടി കല്യാണി, തൃച്ചംബരത്തെ കെട്ടിലമ്മയാവാൻ വേണ്ടി നീ കൊള്ളുന്ന ഈ ഉറുമ്പുകടിയൊക്കെ വെറുതെയാ, വെറും വെറുതെ. നിന്റെ കാര്യം ഈ വിലാസിനി തീർപ്പാക്കുന്നുണ്ട്. ജയന്തി, തൽക്കാലം നമ്മൾ ഇവിടെ നിൽക്കണ്ട.
ആരെങ്കിലും കണ്ട ഉറുമ്പിനെ ഇട്ടത് നമ്മളാണെന്ന് തിരിച്ചറിയും. പോ.